ഹായ്, ഞാൻ അബ്ദു, വൈൽഡ് അഗ്രോ ഫാം. നമ്മുടെ സ്ഥലം ഉള്ളത് കോഴിക്കോട് ജില്ല മുക്കം കാരശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ. ഇത് പറയാൻ കാരണം പലരും ഇങ്ങനെ കമന്റിൽ പറയുന്നുണ്ട് സ്ഥലം അറിയില്ല, സ്ഥലം കൂടെ പറയണം. അതുകൊണ്ടാണ് സ്ഥലം പറഞ്ഞത്. അബിയുനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും നമുക്കുള്ളൊരു ഡൗട്ട് എന്താണോ, ഒരേ മരത്തിൽ തന്നെ പല വെറൈറ്റിയും കണ്ടോ. ക്രിക്കറ്റ് ബോൾ മാതിരിയുള്ള ബോൾ ടൈപ്പ് വരുന്നുണ്ട്, നിപ്പിൾ ടൈപ്പ് വരുന്നുണ്ട് കണ്ടോ. അപ്പോൾ പല വെറൈറ്റി ഉണ്ട് എന്ന് പറഞ്ഞ ഒരു വിശ്വാസക്കുറവുണ്ട്. എനിക്കിങ്ങനെ തോന്നുക ഒരു മരത്തുമ്പോൾ തന്നെ 4-5 വെറൈറ്റി കായ്ക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് സാധാരണത്തെ ഒരു അബിയു നട്ടാൽ തന്നെ ആ മരത്തിൽ തന്നെ പല വെറൈറ്റി ഉണ്ടാവുന്നതാണ്. ഇതിൻ്റെ വലിയ മരങ്ങൾ, കായ്ച്ച വലിയ മരങ്ങൾ നമുക്ക് സ്റ്റോക്ക് ഉണ്ട്. അതാണ്ടോ വലിയ മരങ്ങൾ, ഇതൊക്കെ കായുള്ള, അതിനുള്ളിലൊക്കെ നിറയെ കായുള്ള തൈകളാണ്. ഇത് കായ ഉണ്ടായി ഒലഞ്ഞതാണ്. പിന്നെ ഒരു വിഷയം, ഇത് വവ്വാൽ പക്ഷികളൊക്കെ കൊത്തിക്കൊണ്ടുപോവുക, തിന്നുപോകുക എന്നുള്ളൊരു പ്രശ്നം. അതിന് ഈ കവർ നിങ്ങൾ ഓൺലൈനിൽ വാങ്ങാൻ കിട്ടും. ഇത് 3 റുപ്യ 2 റുപ്യയുടെ വില ഉണ്ടാവുള്ളൂ, ഓൺലൈനിൽ കിട്ടും. ഈ കവർ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇതിന് മാത്രമല്ല, പച്ചക്കറികൾക്ക്, പിന്നെ കയ്പ, ചിരങ്ങക്ക് പറ്റില്ല, ചിരങ്ങ വലുതാണല്ലോ. മാങ്ങക്ക് എടുക്കരുത് കേട്ടോ. മാങ്ങ ഞാനൊരു പ്രാവശ്യം ചെയ്തിട്ട് ഇതിനുള്ളിൽ കൂടെ പ്രാണി ഇഞ്ചക്ട് ചെയ്യും. മാങ്ങക്ക് പറ്റില്ല. ഇതിനൊന്നും പ്രാണി ഇഞ്ചക്ട് ചെയ്യില്ല. ഇതൊക്കെ അല്ല വവ്വാലൊക്കെ കടിക്കുന്നതിന് ഇത് നമുക്ക് പുറത്ത് നോക്കിയാൽ കാണും ചെയ്യാം. അതുകൊണ്ടോ. അപ്പോൾ എന്ത് ചെയ്യുക, ഇങ്ങനെ മഞ്ഞ കളറാകുമ്പോൾ നല്ലോണം പഴുത്തിട്ട് തന്നെ നമുക്ക് പറിച്ചെടുക്കാൻ കഴിയും ഈ കവർ ഇട്ട് കഴിഞ്ഞാൽ. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്താണ്. ഇതല്ലേ, ഇതാവലെ ഒരുപാട് കാലം ഉപയോഗിക്കാം. പേരക്കൊക്കെ ഫസ്റ്റാണ്. പേരക്ക ചെറിയ പേരക്ക ആകുമ്പോൾ തന്നെ അതിൻ്റെ മുകളിൽ ഒരു പ്രാണി, ഒരു പാറ്റ മാതിരി സാധനം ഇഞ്ചക്ട് ചെയ്യുക. അതുകൊണ്ടാണ് കറുപ്പ് പുള്ളി വരുന്നത്. പേരൻ്റെ മുകളിൽ നിറയെ പുള്ളി കാണില്ലേ, കറുപ്പ് പുള്ളി. അപ്പോൾ അതുകൊണ്ടുണ്ടാകുന്നതാണ്. അതിനൊക്കെ ഈ ഗേസ് ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ലാതെ നമുക്ക് പഴുത്തതിന് ശേഷം പറിച്ചെടുക്കാം. മാങ്ങയ്ക്ക് ഈ കവറല്ല, ഒരു പേപ്പറിൻ്റെ വേറെ കവർ വരുന്നുണ്ട്. അത് ഓൺലൈനിൽ കിട്ടും. അതെല്ലാം വാങ്ങി ഉപയോഗിക്കണം, എന്നാലേ നമുക്ക് കറക്റ്റ് അതിൻ്റെ ഈൽഡിങ് കിട്ടുള്ളൂ. ഓക്കെ, ഇതിൻ്റെ തൈകൾ ചെറുത് വലുത് 200 രൂപ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം മീഡിയം തൈ. വലിപ്പമുള്ള കായുള്ള തൈ തന്നെ 2000 റുപ്യ റേഞ്ചിലൊക്കെ ഉള്ളുണ്ട്. അതിന് മേലോട്ട് 5000 വരെ ഉള്ളുണ്ട്, മാക്സിമം വലുത്. അപ്പോൾ ആവശ്യക്കാർ ഈ നമ്പർ, വാട്സപ്പ് നമ്പർ കൊടുക്കും, അതിൽ ബന്ധപ്പെടുക. ഓക്കെ, ബൈ.